ഹലോ, ഗുഡ് മോർണിംഗ്. ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ, ജീവിതത്തിൽ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു ചെറിയ മാന്ത്രികത പറഞ്ഞു തരട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണം എന്നില്ല. എന്നാലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ, പതിയെ 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 പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ ശരിക്കും ലൈഫ് ലോങ്, അതായത് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ശരിക്കും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. ഇത് വളരെ മനോഹരമാണ്. എന്നാൽ പതിയെ 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 ഒരുപക്ഷെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. ആ വാക്ക് ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ, ജീവിതത്തിൽ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ, ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാതിരിക്കാൻ വളരെ മനോഹരമായി ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നമ്മളുടേതെന്ന് നമ്മൾ കരുതുന്ന പലതിനെയും നമ്മളുടേതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇപ്പം നമ്മളുടേതെന്ന് നമ്മൾ കരുതുന്ന പല സാധനങ്ങളും ഇല്ലേ, അതെല്ലാം തന്നെ നമ്മളുടേതല്ല എന്ന് കരുതുക. പിന്നെ സന്തോഷവും സമാധാനവുമാണ്. നഷ്ടപ്പെടാനുള്ളവർക്ക് മാത്രമേ നാളെ ദുഃഖം വരും എന്ന പ്രയാസമുള്ളൂ. നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലും ഇന്നലകളിൽ എന്തൊക്കെയോ നമ്മളുടെ കയ്യിൽ ഉള്ളത് ഇന്നലകളിൽ തന്നെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. നഷ്ടപ്പെടും എന്ന ആശങ്കയുള്ളതും നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന ചിന്തയുള്ളത് കൊണ്ടാണ്. നഷ്ടം, ദുഃഖം, ഇതെല്ലാം നമ്മുടെ കുറേ ആഗ്രഹങ്ങളുടെ പുറത്ത് ഉണ്ടാവുന്നതായിരിക്കെ നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മുടെ കൈ ശൂന്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിലേറെ വലിയ സമാധാനം, സന്തോഷം എവിടെയാണുള്ളത്? വെറുതെ ചിന്തിച്ച് നോക്കൂ. ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയാണ്, നമ്മുടേതാണെന്ന് നമ്മൾ ധരിക്കുകയാണ്. ആ കുഞ്ഞ് നമ്മുടേതല്ല. ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാ മനുഷ്യനെ പോലെയും അവകാശത്തോടെ വന്ന, ഈ ലോകത്ത് ജനിച്ച് ജീവിക്കാൻ ആവശ്യമായ ഒരുപാട് കരുതലുകളോടെയും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകളോടുകൂടെയും വന്ന നമ്മുടെ കുഞ്ഞ്, ഇനി നമ്മുടേതെന്ന് പറയുന്ന ഭർത്താവ്, ഭാര്യ, ഇവർ നമ്മുടേതല്ല, ഈ ലോകത്ത് ജീവിക്കാൻ വന്നവരാണ്. ഏതോ ഒരു നിമിഷത്തിൽ സന്തോഷത്തിനാവശ്യമായിട്ട് ജീവിതം കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയെന്ന് മാത്രം. ഇനി നമ്മുടെ രക്ഷിതാക്കളും ശരിക്കും നമ്മുടേതാണോ? അല്ല. ഇത് നമുക്ക് ഈ ലോകത്തേക്ക് കടന്നു വരാൻ പടച്ചവൻ തന്ന ഒരു വഴി മാത്രമാണ് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ. ഈ വീട് നമ്മുടേതാണോ? അല്ല. ഈ വീട് നമ്മുടേതല്ലേ അല്ല. നമ്മൾ പണിഞ്ഞു എന്ന് മാത്രം. ഈ ഭൂമിയിലെ കല്ലും ഈ ഭൂമിയിലെ പൂഴിയും ഈ ഭൂമിയിലെ സിമൻറ്റും ഒക്കെ ഉപയോഗിച്ച് നമ്മളൊരു വീടിനെ പണിഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് നമ്മുടേതാണോ? അല്ല. ഈ മണ്ണും നമ്മൾ ഒരു ദിവസം ഇവിടെ ഇട്ടേച്ച് പോകുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന പണം അത് നമ്മുടേതാണോ? അല്ല. ആ പണത്തിന് മൂല്യം കൊടുത്തത് പോലും നമ്മളല്ല. ഈ നമ്മുടെ കയ്യിൽ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ കൊണ്ടു നടക്കുന്ന, ഇപ്പോഴും നമുക്കുണ്ടെന്ന് വിചാരിക്കുന്നതൊന്നും നമ്മുടേതല്ല. പ്രത്യേകിച്ചും നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ പോലും. ഇനി നമ്മുടെ അഭിമാനം ശരിക്കും നമ്മുടേതാണോ? അല്ല. ആരൊക്കെയോ നമുക്ക് തന്നതാണ്. നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് കരുതുന്നതെല്ലാം നമ്മുടേതല്ല എന്ന് ഉറച്ച് മനസ്സിലൊന്ന് നിശ്ചയിച്ച് നോക്കി, ഉറച്ച് ഒന്ന് വിശ്വസിച്ച് നോക്കി, പിന്നെ ജീവിതം സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. പിന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ശാന്തതയാണ്, ഭയങ്കരമായ ശാന്തത. അതുതന്നെയാണ് ഈ ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമാധാനവും ഏറ്റവും വലിയ സന്തോഷവും. അതനുഭവിക്കാൻ പടച്ചവൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. താങ്ക് യു.